സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാണ്ട് നമ്മൾ ഫോർച്യൂണർ അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത് അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല, ചെയ്യട്ടതേ ഉള്ളൂ. അപ്പോൾ ഇന്നാണ് നമ്മൾ ആ പാർട്ട് 2ൻ്റെ വീഡിയോ പറഞ്ഞത്. അതായത് നമ്മൾ അവഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഞാൻ അയൺമാനെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് അവിടേക്കൊരു ഉൽക്ക വീണത്. ആ ഒരു വീണ ടൈമിൽ അവിടെ ആകെ കത്തിച്ചാമ്പലായി. അപ്പോൾ അതിനുശേഷം എന്ത് നടന്നു എന്ന് കാണാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അങ്ങനെ ഞാൻ നമ്മളെ സൈറ്റിൽ പോയി വരുന്ന നേരത്താണ് അയൺമാൻ എൻ്റെ വണ്ടിയുടെ മുകളിലേക്ക് വീണത്. അങ്ങനെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, എൻ്റെ വീട്ടിലേക്ക് എല്ലാ അവഞ്ചേഴ്സ് ടീമും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവഞ്ചേഴ്സ് ടീമിൽ അയൺമാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവരുടെ വീടും ഒരു ഹോം ടൂറായിട്ട് എനിക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അയൺമാൻ ഒഴിച്ച് ബാക്കി ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അയൺമാൻ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എൻ്റെ കാറായിട്ട് അയൺമാൻ ഇങ്ങോട്ടേക്ക് മുകളിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഹൈറ്റിലാണ് ഈ ഒരു വീടുള്ളത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ ഇവിടെ എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സ്ഥലമൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഏത് അവഞ്ചേഴ്സ് താരമാണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കെ, മറക്കാതെ കമൻറ്റ് ചെയ്യണം. എൻ്റെത് അയൺമാനാണ്. എൻ്റെ മോനെ, നിങ്ങളെ വീട് അടിപൊളിയായിട്ടാ, ഒരു രക്ഷയില്ല, സീന് വീട്. അതേപോലെ ഞങ്ങൾ എന്ത് ചെയ്യുമ്പോൾ അതിന്റെ പെർഫെക്ഷനിൽ ചെയ്യും. അതെന്തായാലും അകത്ത് കാണാനുണ്ട് പെർഫെക്ഷൻ. എനിക്ക് നല്ലോണമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്ത് സൗണ്ട്? മോനെ, ഒരു ഉൽക്കയാണോ മോനെ? ഒന്നും കാണാല്ല. അയൺമാനെ, എന്നെ ഒന്ന് രക്ഷിക്കൂ. ഗൈസ്, പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും എന്നെ അയൺമാൻ ആ ഒരു തീപിടുത്തത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ അയൺമാൻ്റെ ഒരു പുണ്യപ്രവർത്തിക്ക് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ പൊന്നു ഗൈസ്, ജസ്റ്റ് മിസ്സാണ്. എൻ്റെ കാറ് ഞങ്ങളെ ബാക്കിലായതുകൊണ്ട് സീൻ ഉണ്ടായിരുന്നില്ല. അയൺമാൻ അങ്ങനെ നമുക്ക് കാറൊക്കെ അങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പുറകിൽ ആ കാറ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സീനൊന്നുമില്ല, ടയറിന് ചെറിയൊരു കരിഞ്ഞ മണമുണ്ട്. അപ്പോൾ എന്തായാലും പഞ്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ വണ്ടി താൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അയൺമാൻ പറയുന്നത് എങ്ങനെയാലും ഒരു വീട് സെറ്റാക്കി തരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു വീട് ഞാൻ സെറ്റാക്കി തരും, അതും നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുന്നത്. അപ്പോൾ അയൺമാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്പൈഡർമാനെ കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ സിമൻറ്റും അതേപോലെ തന്നെ കുറച്ച് ഇഷ്ടികയും കട്ടൊക്കെ ഇവിടെ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്പൈഡർമാൻ അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പൈഡർമാൻ അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ അണ്ണൻ വണ്ടിയൊക്കെ വലിച്ചെന്ന് നമ്മളങ്ങനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. സ്പൈഡർമാൻ അണ്ണനോട് ഞാൻ പറഞ്ഞ് നിങ്ങളെ വീട് ഇങ്ങനെ ബ്ലാസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അവനത് വിശ്വസിച്ചില്ല. അവൻ നേരെ ഒറ്റ പോക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി കാണുമ്പോൾ തിരിച്ചു വന്നോളും. അപ്പോൾ നമുക്ക് എന്തായാലും ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു അവഞ്ചേഴ്സ് ലോഗോ വേണം. അതങ്ങനെ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് എനിക്കത് പൊക്കാനുള്ള ശക്തി പോലും ഇല്ല ഗൈസ്. 2 ദിവസം പനിയായിട്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് നമ്മുടെ സൂപ്പർ ഹീറോയിലായിട്ടുള്ള നമ്മുടെ ഹൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഹൾക്ക് എടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവിടുന്ന് ഒറ്റ ചാട്ടം. ഗൈസ്, ഞാനൊരു നിമിഷത്തേക്ക് ആകെ പതറിപ്പോയി. കാരണം നമ്മുടെ ഹൾക്ക് ഇവിടുന്നൊക്കെ ചാടിയാൽ നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇപ്പം ഞാൻ ഈ ചാടിയ ഭാഗത്ത് തന്നെ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ വന്ന്, അതേപോലെ അവൻ എടുത്ത് ചാടിയപ്പോൾ എന്തുണ്ടായെന്ന് അറിയില്ല. നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ചാടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവഞ്ചേഴ്സിന് വേണ്ടി ഒരു ബിൽഡിങ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ബിൽഡിങ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ താണ്ട സോംബി. ഉയ്യോ, പെട്ടോ. എൻ്റെ മോനെ ഗൈസ്, ക്യാപ്റ്റൻ അമേരിക്കയാണ് ഇവിടെ. എൻ്റെ അളിയാ ഗൈസ്, കറക്റ്റ് ടൈമിങ്ങിനാണ് ക്യാപ്റ്റൻ അമേരിക്ക വന്നത്. എങ്ങനെ എൻ്റെ ബാക്കിൽ തട്ടിയാൽ ഞാൻ തീർന്നേനെ. സോ എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ ഷീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എടുത്ത് വീശി, കുഴപ്പമില്ല, അതെനിക്ക് വീശാനേലും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ബിൽഡിങ് പൊക്കി നേരെ കൊണ്ടുപോകാൻ പോവുകയാണ് ഗൈസ്. ഇതിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. നമുക്ക് പറ്റുന്ന അത്രയും നമുക്കിത് വലിച്ച് നോക്കാം. എൻ്റെ അളിയോ, ഇത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ ഗൈസ്. നമ്മളെ ഹെലികോപ്റ്ററിന് താങ്ങാൻ കഴിയുമോ? എൻ്റെ അളിയോ, അവിടെ തോറിൻ്റെ ഹാമറിന് ഇത്രയും പവറാ? എൻ്റെ അളിയോ ഗൈസ്, സീൻ കേട്ടോ. ഇനി ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഗൈസ്, ആ ഹാമറിൻ്റെ ഒരു പവർ നോക്കി നിങ്ങൾ. അങ്ങനെ
ഗൈസ് ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക താണ്ട് ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ നീന്തി കളിക്കുന്നുണ്ട്. ഇവിടെ ഹൾക്ക് താണ്ട് പുഷപ്പ് എടുക്കുന്നുണ്ട്. നമ്മുടെ അയൺമാൻ താണ്ട് മുകളിൽ എല്ലാം വ്യൂ ആസ്വദിക്കുകയാണ് ഇവിടെ നിന്നിട്ട്. അപ്പോൾ ഇനി 2 പേരുണ്ട്. അവരെനിക്ക് എവിടെയാണെന്ന് അറിയില്ല. സ്പൈഡർമാൻ ആണ് നേരത്തെ അങ്ങോട്ട് പോയതാണ്. പിന്നെ ഈ ഒരു വഴി കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ തോർ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഓടി നിൽക്കുന്നത്. അവിടെ എന്തോ സ്കില്ലിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ദേ ഇവിടെ തോറിൻ്റെ വലിയൊരു ഹാമർ ഉണ്ട്. എല്ലാത്തിൻ്റെയും വലിയ ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ദേ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ചിറകും കാര്യങ്ങളും ഉണ്ട്. ഇത് താനോസിൻ്റെ കല്ലും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് നെയിമും കാര്യങ്ങളും അറിയില്ല. ഇത് നമ്മുടെ അയൺമാൻ്റെ കണ്ണിലൂടെ കാണുന്ന വിഷ്വലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഇവിടെ നമ്മൾ സ്പൈഡർമാൻ്റെ വല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. കുറച്ച് മുന്നേ ഞാൻ സ്പൈഡർമാൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ തോർ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റില്ലായിട്ട് നിൽക്കാനുള്ളൊരു പ്രാക്ടീസിങ്ങിലാണ് അവൻ നിൽക്കുന്നത്. സോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.